ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. നാരായണീയാമൃതത്തിൽ മുങ്ങി നാരായണീയ മധുരം എന്ന രീതിയിൽ അതിൻ്റെ മാധുര്യം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ ഇന്ന് 89ാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ 9ാമത്തെ ദശകമാണ് നമ്മൾ ഓരോ ശ്ലോകങ്ങളിലൂടെ ഓരോ ദിവസങ്ങളിലായി വിചാരം ചെയ്യുന്നത്. 8ാമത്തെ ദശകത്തിൽ കാണിച്ചതുപോലെ ആ പ്രാദുർഭൂതനായ പത്മജൻ്റെ ബ്രഹ്മാവിൻ്റെ തുടർന്നുള്ള പ്രവൃത്തികൾ എങ്ങനെയൊക്കെയാണ്, ബ്രഹ്മാവിൻ്റെ തപസ്, ഭുവന നിർമ്മിതി, ഇതൊക്കെയാണ് ഈ ദശകത്തിൽ വിസ്തരിക്കുന്നത്. പതിവ് പോലെ ശ്ലോകത്തിൻ്റെ അർത്ഥം, ഭാഷാഗാനമായ ശ്രീഹരിയം. അതിനിടയിൽ ഒരിക്കൽ കൂടി ശ്ലോകം ചൊല്ലുകയും ചെയ്യാം. സ്ഥിതസ്സ കമലോദ്ഭവസ്തവ ഹി നാഭിപങ്കേരുഹേ കുതസ്വിദിതമംബുധാവുദിതമിത്യനാലോകയൻ തദീക്ഷണ കുതൂഹലാൽ പ്രതിദിശം വിവൃത്താനനശ്ചതുർവദനതാമഗാദ്വികസദഷ്ടദൃഷ്ട്യംബുജാം. സാ കമലോദ്ഭവഃ തവ നാഭിപങ്കേരുഹേ ഹി സ്ഥിതാ അംബുധൗ ഇതം കുത സ്വിൽ ഉദിതം ഇതി അനാലോകയൻ തദീക്ഷണ കുതൂഹലാൽ പ്രതിദിശം വിവൃത്താനനാ വികസദഷ്ടദുഷ്ട്യംബുജാം ചതുർവദനതാം അഗാൽ. ഇവിടെ ബ്രഹ്മാവ് ചതുർമുഖനായത് എങ്ങനെയാണ് എന്ന് പട്ടേരിപ്പാട് പറയുകയാണ്. സാ കമലോദ്ഭവഃ തവ
നാഭിപങ്കേരുഹേഹി സ്ഥിത. ആ പത്മജന്മാവ് അല്ലെങ്കിൽ ബ്രഹ്മാവ് അങ്ങയുടെ നാഭീകമലത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് അംബുധൗ ഇതം കുതസ്വിൽ ഉദിതം ഇതി അനാലോകയൻ. സമുദ്രത്തിൽ, ഈ ജലസമൂഹത്തിൽ വലിയ വെള്ളമാണ്. ഈ വെള്ളത്തിൽ എന്ന് പറഞ്ഞാൽ താമരപ്പൂവ്. അംബുധൗ ഇതം കുതസ്വിൽ ഉദിതം ഇതി. ഇതെങ്ങനെ, എന്തിൽ നിന്നുണ്ടായി? ഏതൊരു വസ്തുവിനൊരു കാരണം വേണം അല്ലേ? അപ്പൊ അത് എവിടെ നിന്നുണ്ടായി എന്ന് കാണാത്തവൻ, അനാലോകയൻ, മനസ്സിലാക്കാത്തവനായിട്ട്, തദീക്ഷണ കുതൂഹലാൽ, അത് മനസ്സിലാക്കാൻ, അതറിയാനുള്ള, പത്മത്തിൻ്റെ, ഈ താമരപ്പൂവിൻ്റെ ഉൽപ്പത്തി എവിടെയാണ് എന്നറിയാനുള്ള കൗതുകം കൊണ്ട് പ്രതിദിശം വിവൃത്താനനഹ, ദിക്കുതോറും, നാലുപാടും എന്ന് പറയില്ലേ, 4 ഭാഗത്തേക്കും തിരിഞ്ഞ മുഖമുള്ളവനായിട്ട്, വികസദഷ്ടദൃഷ്ട്യംബുജാം, വിടർന്ന താമരപ്പൂകൾക്ക് തുല്യമായ, എത്ര ആ അംബുജത്തിന് തുല്യമായ എത്ര കണ്ണുണ്ടായെന്നാണ് പറയണത്? 8 കണ്ണുകളുള്ള ചതുർവദനതാം അകാൽ, ചതുർവദനൻ, 4മുഖൻ ആയി മാറി, ആ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ബ്രഹ്മാവ് എങ്ങനെയാണ് ഇത്തരത്തിലായത് എന്ന് സൂചിപ്പിക്കുന്നതാണ് ആദ്യത്തെ ശ്ലോകം. ഒരിക്കൽ കൂടി ആ ശ്ലോകം ചൊല്ലാം. അതിനുശേഷം ആ ശ്രീഹരിയം എന്ന ഭാഷാഗാനത്തെ നമുക്ക് പാടി സമർപ്പിക്കാം. സ്ഥിത സ കമലോദ്ഭവസ്തവ ഹി നാഭിപങ്കേരുഹേ കുതസ്വിദിതമംബുധാവുദിതമിത്യനാലോകയൻ തദീക്ഷണ കുതൂഹലാൽ പ്രതിദിശം വിവൃത്താനനശ്ചതുർവദനതാമഗാത് വികസദഷ്ടദൃഷ്ട്യംബുജാം. ശ്രീഹരിയം. നാരായണ 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 ശ്രീവാതനാഥ. പത്മജന്മാവാകും ബ്രഹ്മദേവൻ വേദസംരക്ഷകൻ, പത്മത്തിൻ്റെ അഗ്രം കാണാൻ കൗതുകപൂർവം. 4 പാടും തിരിഞ്ഞപ്പോൾ, 4 പാടും തിരഞ്ഞപ്പോൾ, നാരായണ അത്യദ്ഭുതം നാൻമുഖനായി പത്മസമനയനായി. നാരായണ 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 ശ്രീനാരായണ. നാരായണ നാരായണ വായുപുരേശ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.